വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കരയിൽ വീണ്ടും ക്വാറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിവേചനാധികാര പരിധിയിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം മാത്രം. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ക്വാറിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിച്ച് ലൈസൻസ് നൽകണമോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും സെക്രട്ടറിക്ക് വിട്ടുകൊടുത്ത ഉത്തരവാണ് നൽകിയിട്ടുള്ളത്. ലൈസൻസ് നൽകാനോ തടയാനോ കമ്മിറ്റിക്ക് അധികാരമില്ലെന്നിരിക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നടപടികൾ സെക്രട്ടറിക്ക് കൈക്കൊള്ളാവുന്നതാണ്. അതേസമയം ക്വാറിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രദേശവാസികളെ പണം കൊടുത്തും മറ്റും സ്വാധീനിച്ചേക്കാമെന്ന ആശങ്ക സമരസമിതി പങ്കുവച്ചു. പണത്തിനു മുന്നിൽ ഒരു തലമുറയെ അടിയറവ് പറയിപ്പിക്കാൻ തേനൂറുന്ന വിഷവുമായി ക്വാറി മാഫിയകൾ രംഗത്തിറങ്ങുന്നതിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടുകൾക്ക് കേടുപാടുകൾ വന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായതും ക്വാറിക്കെതിരെ പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന സമരസമിതി പ്രവർത്തകർക്ക് ക്വാറി ഉടമകളുടെ ഭീഷണികൾ നേരിട്ടതുമെല്ലാം ചേലക്കരയുടെ നീറുന്ന പ്രശ്നമാണെന്നിരിക്കെ മേഖലയിലെ ക്വാറികളുടെ പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ 5 ക്വാറികളുള്ള 2ാം വാർഡിൽ 6ാമത് ഒരു ക്വാറി കൂടെ വരുന്നു എന്നുള്ള വാർത്ത ജനങ്ങളിൽ ഏറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വെങ്ങാനല്ലൂർ മേഖലയിൽ മാത്രം 22 ക്വാറികൾക്കുള്ള അപേക്ഷകൾ ഉണ്ടെന്നിരിക്കെ മേഖലയെ വാസയോഗ്യമല്ലാതാക്കുന്ന വിഷയത്തിൽ വേണ്ട നടപടികൾ പഞ്ചായത്ത് സെക്രട്ടറി എടുക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിലെ വെങ്ങാനല്ലൂർ വില്ലേജിൽ ശ്രീകൃഷ്ണ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ഒരു കമ്പനി ക്വാറി നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ലൈസൻസിന് വേണ്ടി ഒരു അപേക്ഷ വയ്ക്കുകയും കഴിഞ്ഞ മാസം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് ഏകകണ്ഠമായി ലൈസൻസിനുള്ള അപേക്ഷ ഈ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം അവർ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായ ഉത്തരവ് സമ്പാദിച്ച് വന്നിരിക്കുകയാണ്. അതിൽ കോടതി ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ, അതായത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല. നിങ്ങൾ കോറിക്ക് ആവശ്യമായ രേഖകൾ അവർ സമർപ്പിച്ച കോറിക്ക് അനുവാദം കൊടുക്കണമെന്ന് ആണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെതിരെ ഭരണസമിതി നിയമവിദഗ്ധരുമായി ആലോചിച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി കൊടുക്കുന്ന അപ്പീൽ അപേക്ഷയിൽ. കാരണം നിലവിലുള്ള നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു മേഖല മുഴുവൻ കോറികളാവുന്ന ഒരു സ്ഥിതിയാണ് പറയുന്നത്. ഞങ്ങളുടെ അറിവ് പ്രകാരം ഏകദേശം 22ഓളം കോറികളുടെ അനുമതി അപേക്ഷകളാണ് വിവിധ വകുപ്പുകളിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ആ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെങ്ങാനല്ലൂർ എന്ന് പറയുന്ന മേഖലയിൽ ജനവാസം സാധ്യമാവാത്ത ഒരു സ്ഥിതിയാണ്. ഇനി ഈ രീതിക്കാണ് കോടതികളുടെ നിലപാടെങ്കിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ജനങ്ങളുടെ ദുരിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള മൗലികമായ അവകാശം, നമ്മുടെ ഈ നാട്ടിൽ ജനിച്ചവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അവകാശം അതില്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ രീതിയിൽ ഈ ക്വാറികളെല്ലാം കോടതിയിൽ നിന്ന് അനുവാദം മേടിച്ച് വരിക, അതിനെല്ലാം അനുവാദം കിട്ടുക എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വൈര്യവിഹാരത്തിനും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഇത്തരം ക്വാറി മാഫിയകൾക്കെതിരെ ജനങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകണമെന്നാണ് അവരുടെ ശബ്ദമായി എന്നും നിലകൊണ്ടിട്ടുള്ള റൈറ്റ് വിഷൻ ന്യൂസ് ആഗ്രഹിക്കുന്നത്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്,
ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.